നോക്കുക, ദർ ആർ മെനി അതർ ആക്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കൺസ്യൂമർ. ഇത് കൂടാതെ വേറെയും പ്രൊട്ടക്ഷൻ ആക്റ്റുകളുണ്ട് കൺസ്യൂമറിന്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. 1930 സെയിൽ ഓഫ് സാധന വിൽപ്പന നിയമം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ. ഇറ്റ് എൻഷുർ ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ ഓഫ് സെയിൽ ആർ മെറ്റ് വൈൽ പർച്ചേസിംഗ് പ്രോഡക്റ്റ്, വയലേഷൻ ഓഫ് ഗ്യാരണ്ടി, വാറണ്ടി, ആഫ്റ്റർ സെയിൽ സർവീസ് എക്സെട്ര കം അണ്ടർ ദിസ് ആക്ട്. നോക്കി എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്. സാധന വിൽപ്പന നിയമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കി. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ഉറപ്പുവരുത്തുന്നു. ഇതിന് ഓരോ സാധനങ്ങൾക്കും കുറേ എന്താ പറയുക, കൺസ്യൂമറിലേക്ക് എത്തിക്കണമെങ്കിൽ കുറേ വ്യവസ്ഥകൾ അതിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡുകളെല്ലാം പാലിച്ചിട്ട് വേണം ഈ സാധനങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. ഇങ്ങനെയൊക്കെ നിയമം ലംഘിക്കുകയാണെങ്കിൽ അത് ഏത് ആക്ട് അനുസരിച്ച് നിയമ നടപടികൾ എടുക്കാം. സെയിൽ ഓഫ് ഗുഡ് ആക്ട് ഇൻ ദ ഇയർ 1930. നമ്മളും ശ്രദ്ധിക്കേണ്ട, ഓരോ കൺസ്യൂമറും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളും നമ്മളുടെ ഡ്യൂട്ടി ചെയ്യണം. അതിൽ കൃത്യമായിട്ടുള്ള വാറണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് തന്നെ വേണം വാങ്ങാനുമായിട്ട്. ഇനി അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം. സെയിൽ ഓഫ് ഗുഡ് ആക്ട് 1930 അനുസരിച്ച് നമുക്കതിനനുസരിച്ച് എന്താ പറയുക, നീതി ലഭിക്കുന്നതായിരിക്കും. ഇനി നോക്കിക്കേ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? ഇൻ ദ ഇയർ 1937. എന്തൊക്കെയാണെന്ന് നോക്കിയേ. This act mean for determining the standard of agricultural product. ഈ ഇതിൽ പറയുന്നത് എന്താ, ഓരോ അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെയും നിലവാരത്തെക്കുറിച്ചാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമം അനുസരിച്ചാണ്. ഓരോ എന്താ പറയുക, പ്രോഡക്റ്റും സെയിൽ ചെയ്യുമ്പോൾ ഇന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതിൻ്റെ കവറിൻ്റെ പുറത്ത് ഇന്ന സംഭവങ്ങൾ, അതായത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പോലെ അതിലെന്തൊക്കെ കണ്ടൻസ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആരിലേക്ക് എത്തിക്കാൻ, കൺസ്യൂമറിലേക്ക് എത്തിക്കാനായിട്ട്. അതുപോലെ വെയ്റ്റ് ആൻഡ് മെഷർ ആക്ട്. വെയ്റ്റ് ആൻഡ് മെഷർ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാന്ന് നോക്കിയേ 1976. ഈ ആക്ടിൽ എന്താ പറയുന്നത്? ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻറ്റിങ് ചീറ്റിംഗ് ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. എന്താ പറഞ്ഞത്? അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിനാണ് ഏത് നിയമം വന്നിരിക്കുന്നത്? വെയ്റ്റ് ആൻഡ് മെഷർ ആക്ട് വന്നിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ മറന്നു പോകരുത്, 1976. അതുപോലെ അടുത്ത് നോക്കിക്കേ, എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്. ഇതിലെന്താ മെയിനായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്? പ്രൊട്ടക്ട് ദ കൺസ്യൂമർ ഫ്രം സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ഹോർഡനിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ് എക്സെട്ര. എന്തൊക്കെയാ? കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, എന്താ പറയുക, ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അത് അപ്പോൾ വിപണിയിലേക്ക് ഇറക്കില്ല, ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കും അല്ലേ. എന്നിട്ട് സീസൺ കഴിയുമ്പോൾ ഇവയൊക്കെ എടുത്ത് നല്ല വിലയ്ക്ക് ഇവർ വിൽക്കും. എന്തിനു പറയണം, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളി നടന്നപ്പോൾ കണ്ടു അല്ലേ, 25,000 രൂപയുടെ ടിക്കറ്റൊക്കെ ആളുകൾ വാങ്ങുന്നത് 70,000 75,000 രൂപയ്ക്കാണ്. അതും എന്താ ഒരു കരിഞ്ചന്ത വിൽപ്പന എന്നൊക്കെ പറയാം. അതുകൊണ്ട് നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ 100 രൂപയുള്ള നല്ല ഫിലിംസൊക്കെ ആണെങ്കിൽ ഇവരെ കുറേ പേര് എന്ത് ചെയ്യും, 100 രൂപയുടെ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, 400-500 രൂപയ്ക്ക് മറിച്ച് വിൽക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ സമീപിക്കാം? എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ നോക്കിയേ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനും ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ കൺസ്യൂമറിന് റൈറ്റും എന്താ പറയുക, പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനു വേണ്ടിയാ? എൻഷുർ ദ വെയ്റ്റ് ആൻഡ് മെഷർ സ്റ്റാൻഡേർഡ്. അതുപോലെ
വെയിറ്റ് കറക്റ്റ് തൂക്കത്തിലോ അളവിലോ ആണോ ഇത് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അതുപോലെ നമുക്ക് നോക്കാം ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുകയാണ് ആര് ചെയ്യുന്നത്? ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഓക്കെ, അടുത്തതോ സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി കൺട്രോൾ ദ പ്രൈസ് ഓഫ് മെഡിസിൻസ്. എന്താ ഡ്യൂട്ടി മെയിനായിട്ട്? മെഡിസിൻ്റെ വില കൺട്രോൾ ചെയ്യുക. തോന്നിയാസമൊന്നും കൂട്ടി ഒരു മെഡിസിൻ തന്നെ വിപണിയിൽ പല വിലയിൽ വിൽക്കാനുള്ള അവകാശം ഇല്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റിയാണ്. അതുപോലെ നമുക്ക് നോക്കാം, നോക്കിയേ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ മെയിൻ റോൾ? എൻഷുർ ദ ക്വാളിറ്റി ഓഫ് സേഫ്റ്റി ഓഫ് മെഡിസിൻസ്. അതായത് മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുകയാണ് ആരുടെ ഡ്യൂട്ടി? ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല. അപ്പം നോക്കി നെക്സ്റ്റ് നോക്കാം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ എന്താ മെയിൻ റോൾ നോക്കാം. എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. ഫുഡ് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുകയാണ് അറ്റ് വേരിയസ് സ്റ്റേജസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, സെയിൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതായത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ, ഉൽപ്പാദനം നടത്തുമ്പോൾ, വിതരണം ചെയ്യുമ്പോൾ, അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ, കൺസ്യൂമറിലേക്ക് വിൽപ്പന ചെയ്യുമ്പോഴെല്ലാം ഓരോ സ്റ്റേജിലും ഈ ഫുഡിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മെയിൻ റോള്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് പല പ്രോഡക്റ്റിലും വിവിധങ്ങളായ ചിഹ്നങ്ങൾ കാണാം. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നോക്കിയേ, ISA സ്റ്റാമ്പ് ഈസ് ഗിവൺ ബൈ ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ BIS. ഓക്കെ, ടു എൻഷുർ ഫിക്സഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ഈ ഒരു സിമ്പൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. BIS മാർക്ക് അതായത് ക്യാൻ ബി സീൻ ഇൻ എന്തൊക്കെ പ്രോഡക്റ്റിലാന്ന് നോക്കുക. ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, നിങ്ങൾ വീട്ടിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസൊക്കെ പ്ലഗ് കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ഇങ്ങനെ എടുത്തിട്ടൊന്ന് നോക്കണം ഈ ഒരു സിമ്പിൾസ് ഉണ്ടോയെന്ന്. സിമൻറ്റ്, പേപ്പർ പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ, ഇതിലെല്ലാം ഈ ഒരു സിമ്പൽ അതാണ്. ആ ഒരു സിമ്പൽ ഉണ്ടെങ്കിൽ അത് ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് ഡിറ്റർമൈൻ ചെയ്തോളണം. ഓക്കെ, അതുപോലെ തന്നെ നോക്കി ISO മാർക്ക്. ഇതൊക്കെ നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ള അല്ലേ. എന്താണ്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISOയുടെ ഫുൾ ഫോമും പഠിച്ചിരിക്കുക കേട്ടോ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ സർട്ടിഫൈസ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് മോർ ദാൻ 120 കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. നോക്കിയേ, ഈ ISO മാർക്ക് ഇൻ്റർനാഷണൽ ഇന്ത്യ അടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ത്യ അടക്കം 120 രാജ്യങ്ങൾക്ക്. അപ്പോൾ പല സാധനങ്ങൾക്കും ഈ ISO മാർക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO കേട്ടോ. ISO ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഡിനോട്ട് ചെയ്യുന്ന എന്താ? സ്റ്റാൻഡർഡൈസേഷനാണ്. ISO മാർക്ക് gives certification to different products and service institution like ചില ഹോസ്പിറ്റലുകൾ, ബാങ്കുകൾ, ഇവയ്ക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് ISO. അവരുടെ ആ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളിലൊക്കെ ഇതുണ്ടോ? ഇപ്പം സാധാരണ ഹോസ്പിറ്റലൊക്കെ ആ ഒരു എംബ്ലംസ് എവിടെയെങ്കിലും ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്ക് നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു സിമ്പിൾ നോക്കിയേ, BIS മാർക്ക്. 100% ഹോൾമാർക്കഡ് ജുവലറി ഐറ്റത്തിനാണ് ഈ ഒരു എംബ്ലം കൊടുക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്യൂരിറ്റി ഓഫ് ഗോൾഡ് ജുവലറി. ഗോൾഡ് ഐറ്റത്തിന് പ്യൂരിറ്റിയെ കൊടുക്കുന്ന ഒരു സിമ്പിളാണ്. ഓക്കെ, അത്ര ശുദ്ധമാണോ എന്ന് അറിയാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എംബ്ലമാണിത്, BIS മാർക്ക്. ഓക്കെ, ഇനി നോക്കിയേ, ദിസ് സിമ്പിൾ ഈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു CE പോലെയുള്ള സിമ്പിൾ കാണാം അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ്റർനാഷണലി ടു സർട്ടിഫൈ ദ സേഫ്റ്റി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ
അപ്ലയൻസസ്. ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ കാണുന്നൊരു എംബ്ലമാണ് ഈ ഒരു എംബ്ലം. ഇതെല്ലാം ഉപകരണങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സംഭവങ്ങളായിരിക്കും. അടുത്ത് നോക്കിക്കേ, അക്മാർക്ക് സിമ്പൽ കണ്ടോ, ഇത് കാണുന്നതാണ് ഒരു അക്മാർക്ക് സിമ്പൽ. ഈസ് യൂസ്ഡ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ് പ്രോഡക്റ്റ്. എന്തിനൊക്കെയാ? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, വന ഉൽപ്പന്നങ്ങളുടെയൊക്കെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ വെച്ചാണ്. അതിനെന്താ പറയുക? അക്മാർക്ക് സിമ്പൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ദീസ് സിമ്പിൾസ് ആർ മാർക്കഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ്. നമുക്കറിയാം, 2 തരം ഫുഡ് ഐറ്റംസ് ഉപയോഗിക്കുന്നവരുണ്ടാവും. വെജിറ്റേറിയൻ തന്നെ ഉപയോഗിക്കുന്നവരുണ്ടാവും, നോൺ മാത്രം ഉപയോഗിക്കുന്നവരുണ്ടാവും. പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഈ ഒരു ഗ്രീൻ എംബ്ലം ആണെങ്കിൽ, ഒരു ഗ്രീൻ സർക്കിള്, ഒരു ഔട്ടർ ബോക്സ് ഒരു സ്ക്വയർ പോലെയുണ്ട് അല്ലേ, അതാണെങ്കിൽ അത് വെജിറ്റബിൾ ഫുഡ് ഐറ്റം ആയിരിക്കും. റെഡ് കളറാണെങ്കിലോ നോൺ വെജിറ്റബിൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കും. നെക്സ്റ്റ് എംബ്ലം നോക്കിക്കോ, FPO. താഴെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു റിബൺ കട്ടിങ് പോലത്തെ സംഭവം ഉണ്ട് അല്ലേ. ഇറ്റ് സർട്ടിഫൈ ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് പ്രോസസ്ഡ് ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. ഓക്കെ, FPO ഇസ് ദ ഷോർട്ട് ഫോം ഓഫ് ഫുഡ് പ്രോഡക്റ്റ് ഓർഡർ. എന്താ FPOയുടെ ഫുൾ ഫോം? ഫുഡ് പ്രോഡക്റ്റ് ഓർഡർ. പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഏത്? FPO. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോമും പഠിച്ചിരിക്കുക. എന്താ? ഫുഡ് പ്രോഡക്റ്റ് ഓർഡറാണ് ഫുൾ ഫോം. ഇനി നോക്കിക്കേ, ഇൻ്റർവെൻഷൻ ഓഫ് ദ സൊസൈറ്റി. അതായത് നമുക്ക് എന്താ പറയുക, ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒത്തിരി ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നുണ്ട്. നമ്മൾ പഠിച്ചു, ഒത്തിരി എക്സ്പ്ലോയിറ്റേഷന് വിധേയമാവുന്നുണ്ട്, ചൂഷണങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അതിന് നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാം, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് തേടാം. ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെയും, അതായത് സോഷ്യൽ ഇടപെടലും കൂടി നമുക്ക് ആവശ്യമാണ്. ഇൻ്റർവെൻഷൻ ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഇടപെടലും കൂടി ഉണ്ടെങ്കിൽ ഇത് ഒരുമാതിരി നല്ല രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഒഫീഷ്യൽ മെക്കാനിസം ആൻഡ് ലോസ് എലോൺ കനോട്ട് എൻഷുർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ. നമ്മളുടെ ഔദ്യോഗിക സംവിധാനങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് പക്ക കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എന്തും വേണം? ഇൻ്റർവെൻഷൻ ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ ഇടപെടലും കൂടി ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആകുമ്പോഴേ നമുക്കൊരു കറക്റ്റ് രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റേഷനൊന്നും വിധേയമാകാതെ നേരായ രീതിയിൽ നമുക്കൊരു നല്ല സർവീസ് കിട്ടുകയുള്ളൂ. നമ്മൾക്ക് കാണാം അല്ലേ, ചില എന്താ പറയുക, നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ നല്ല ഫുഡ് ഐറ്റംസ് കിട്ടിയില്ലെങ്കിൽ ആളുകൾ തന്നെ പോയി അത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് കൺസ്യൂമർ കോടതിയെ അറിയിക്കുകയും ഫാസ്റ്റായിട്ട് തന്നെ നിലപാടെടുത്ത് അത് അടപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതായത് സമൂഹത്തിൻ്റെ ഇടപെടലും ടൈമിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിനെ കുറിച്ചുള്ള ഓരോ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിരുന്നെങ്കിലേ നമുക്കിതിനെതിരെ റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു പരസ്യമൊക്കെ നമുക്ക് ടെലിവിഷനിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ, ഉണരൂ ഉപഭോക്താവേ ഉണരൂ എന്നൊക്കെ പറഞ്ഞ്. അത് കേൾക്കുക മാത്രമല്ല, നമ്മളത് ഉണർന്ന് അതിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് ഇൻ്റർവെൻഷൻ ഓഫ് ദ സൊസൈറ്റി ക്യാൻ ബി മെയ്ഡ് പോസിബിൾ. സമൂഹത്തിന് ഏതെല്ലാം വിധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം. ഫങ്ഷനിങ് ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻ. എന്താ അത്? ഉപഭോക്തൃ സംഘടനകളുടെ പ്രവർത്തനം. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് കാർഷിക സംഘടനകളൊക്കെ ഉണ്ട്, എടുത്തു പറയാവുന്ന അതാണ്. ഇങ്ങനെ ഒരു കർഷക സംഘടന ഉണ്ടാവുമ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ഇപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം വില കുറച്ച് കൊടുക്കുക, ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുക, അപ്പോൾ അതിന് സംഘടിതമായിട്ട് അവർക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കൺസ്യൂമർ അവയർനെസ്, കൺസ്യൂമേഴ്സിന് ടൈമിൽ ബോധവൽക്കരണം കൊടുക്കാനൊക്കെ എന്താ പറയുക, നമ്മുടെ സാമൂഹ്യ ഇടപെടലുകൾ കൊണ്ട് സാധ്യമാകും. അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപ്പര്യ ഹർജി സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടത്,
ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾക്ക് കൺസ്യൂമർക്ക് ഉണ്ടായാൽ അത് അവർ സമൂഹത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. കൺസ്യൂമർ കോർട്ടിൽ സമീപിക്കാം, അവിടെ പോയി ഇന്നത് നമുക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ അതെങ്ങനെ അവിടെ പോയി പരാതികൾ കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് ഫാസ്റ്റായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യും. അതുപോലെ നോക്കിയേ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഓരോ കൺസ്യൂമറിനും ടൈമിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്തൊക്കെയാ? എവരി വൺ ഈസ് എ കൺസ്യൂമർ. നോക്കിയേ, വെറൈറ്റി ഇൻ പ്രോഡക്ട്സ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഇൻക്രീസിങ് ഡിമാൻഡ്സ്, ഇൻഫ്ലുവൻസ് ഓഫ് മാർക്കറ്റ് ഫോഴ്സ് എക്സെട്ര ഹാസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് വൈഡൻ ദ സ്കോപ്പ് ഓഫ് കൺസപ്ഷൻ. നോക്കിയേ, എല്ലാവരും ഉപഭോക്താക്കളാണ് അല്ലേ? ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞേ? ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, അതുപോലെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, പെരുകി വരുന്ന ആവശ്യങ്ങൾ, കമ്പോള ശക്തികളുടെ സ്വാധീനം, അതാണ് ഏറ്റവും നോട്ട് ചെയ്യുന്നത്. കമ്പോള ശക്തികളുടെ സ്വാധീനം എന്നിവയെല്ലാം ഉപഭോഗത്തെ സങ്കീർണവും വിപുലവുമാക്കാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പറായിട്ട് കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എവിടെ നിന്ന് എത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ? പല എംബ്ലങ്ങളുണ്ട്, പല സിമ്പിൾസ് നോക്കി. ഇപ്പോൾ ഗോൾഡൊക്കെ വാങ്ങുകയാണെങ്കിൽ ആ സിമ്പിൾസൊക്കെ പ്രോപ്പറായിട്ട് നോക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ബോധവൽക്കരിക്കണം ഓരോ കൺസ്യൂമേഴ്സിനെയും. അതുപോലെ തന്നെ നോക്കിയേ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈസ് നെസസറി ഫോർ ദ അക്വിസിഷൻ ഓഫ് റൈറ്റ് ഹാബിറ്റ് ബൈ ദ കൺസ്യൂമർ. അതായത് ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് അത്യാവശ്യമാണ്? കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കറക്റ്റായിട്ട് അതിനൊരു ബോധവൽക്കരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ക്യാൻ ബി എൻഷുർഡ്? ഏതെല്ലാം വിധത്തിൽ നമുക്ക് കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം നോക്കിക്കേ. അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക, ബോധവൽക്കരണ പരിപാടികൾ കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇൻക്ലൂഷൻ കരിക്കുലം, പാഠ്യപദ്ധതിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പാഠ്യപദ്ധതി നമ്മുടെ 10th ഒരു പോർഷൻ ആയതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ചെറിയ ക്ലാസ് തുടങ്ങിയ ചെറിയ പോർഷനായിട്ടാണെങ്കിലും നമുക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ കൂടുതൽ അവയർനെസ്, കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് ടൈമിൽ പല കാര്യങ്ങളിലും അവയർനെസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുകയും പ്രാക്ടിക്കൽ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതുകൊണ്ട് ഒബ്സർവൻസ് ഓഫ് നാഷണൽ കൺസ്യൂമർ ഡേ, ദിനാചരണങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ നാഷണൽ കൺസ്യൂമർ ഡേ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക. ആ കൺസ്യൂമർ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പല പ്രസംഗത്തിലൂടെയും കുട്ടികളെ അവബോധം ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, നാഷണൽ കൺസ്യൂമർ ഡേ എന്നാന്ന് നോക്കിക്കേ, December 24 ആണ് ഇറ്റ്സ് ഒബ്സർവ്ഡ് ആസ് ദ നാഷണൽ കൺസ്യൂമർ ഡേ. നോക്കിയേ, ഇൻ 1985 the United Nations Organization passed a resolution on the guidelines regarding consumer protection. Okay, on that basis, Government of India passed an act, Consumer Protection. This act came into existence force on 24 December 1986. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, അതായത് ഡിസംബർ 24 ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ദിനം വന്നതെന്ന് നോക്കിക്കേ, 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്നായിട്ട് ആചരിച്ചത്. December 24 ആചരിക്കുകയുണ്ടായത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് കൺസ്യൂമർ ആർ എംപവേർഡ് ത്രൂ കൺസ്യൂമർ എഡ്യൂക്കേഷൻ? കൺസ്യൂമർ എഡ്യൂക്കേഷൻ വഴി ഏതെല്ലാം വിധത്തിലാണ് കൺസ്യൂമറിനെ ശാക്തീകരിക്കാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. നോക്കിയേ, ഹെൽപ്സ് ടു കൺസ്യൂം സെൻസിബിളി ആസ് പെർ ദ വാണ്ട്സ്. അവരുടെ ആവശ്യാനുസരണം കറക്റ്റ് രീതിയിൽ അത് വാങ്ങാൻ, നീഡ്സ് ആൻഡ് സർവീസ് കറക്റ്റായിട്ട് അവർക്കത് വിനിയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ വാങ്ങുന്നതിന് എങ്ങനെ അത് ചൂസ് ചെയ്യാം, എങ്ങനെ ഓരോ സാധനങ്ങൾ ഓപ്റ്റ് ചെയ്യാമെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പിന്നെയോ,
helps to acquire information regarding products and services. ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച് അറിവ് നേടാൻ സന്നദ്ധരാകുന്നു. അതപ്പോൾ അവർ ഹൈലി ഹെൽപ്ഫുൾ ആക്കും അല്ലേ. ഇന്ന ഉൽപ്പന്നങ്ങളാണ് ക്വാളിറ്റി ഉള്ളത്, ഇന്ന സേവനങ്ങൾ ഇന്ന എടുത്ത് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് എളുപ്പമായി. അത്തരം രീതിയിൽ മാത്രം ഡയറക്റ്റായിട്ട് വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെയോ ഇനേബിൾ ദ കൺസ്യൂമർ ടു മേക്ക് ദ റൈറ്റ് ചോയ്സ്. അതായത് ശരിയായ തിരഞ്ഞെടുപ്പിന് ഇത് കൺസ്യൂമറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്നതിലൂടെ. അതുപോലെ തന്നെ നോക്കിക്കേ, മേക്ക് ദ കൺസ്യൂമർ അവെയർ ഓഫ് ഹിസ് ഓർ ഹർ റൈറ്റ്. അതായത് അവരുടെ അവകാശബോധമുള്ള ഉപഭോക്താവായി അവർ മാറാനായിട്ടും ഇവ സഹായിക്കുന്നു. അതുപോലെ മേക്ക് ദം കേപ്പബിൾ ഓഫ് ഇൻ്റർവീനിങ് ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്. അതുപോലെ ഇവർക്ക് ഇത്ര അറിവ് കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, സമൂഹത്തിൽ പല ഇടപെടലുകൾ ചെയ്യാനും ഇവരെ പ്രാപ്തമാക്കുന്നു. എവിടെയെങ്കിലും ചൂഷണങ്ങളോ എക്സ്പ്ലോയിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മറ്റു ജനങ്ങളെയും ബോധവൽക്കരണപ്പെടുത്താനായിട്ടും അവയർനെസ് കൊടുക്കാനും ഇവർക്ക് ഒരു പ്രാപ്തി ലഭിക്കുന്നുണ്ട്. ഇനി നോക്കാം, let us see what habits will be formed as a result of consumer education program. ഈ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊണ്ട് എന്തൊക്കെയാണ് ഉപഭോക്തൃ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അവർക്ക് എന്തൊക്കെ ആർജിക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. ആസ്ക് ഫോർ ബിൽ ഫോർ എവരി പർച്ചേസ് മെയ്ഡ്. ഓരോ സാധനങ്ങൾ ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. കൺസെപ്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. കൺസ്യൂമർ റൈറ്റ്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. നോക്കിയേ, ആസ്ക് ഫോർ ബിൽ ഫോർ എവരി പർച്ചേസ്. ഓരോ പർച്ചേസിന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയാലും കറക്റ്റായിട്ട് ബില്ല് വാങ്ങുക. പിന്നെയോ ദെൻ ആസ്ക് ബിൽ ഫോർ എവരി പർച്ചേസ്. ദെൻ അളവിലും തൂക്കത്തിലും ശരിയാണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ make sure while purchasing the packed item that the name of the product, ആ പ്രോഡക്റ്റിൻ്റെ പേരുണ്ടോ, ഡേറ്റ് ഓഫ് പാക്കിംഗ് ഉണ്ടോ, എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ വെയിറ്റ് കറക്റ്റ് ആണോ, പ്രൈസ് കറക്റ്റ് ആണോ, പ്രൊഡ്യൂസേഴ്സ് ഓർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഡ്രസ്സ്, അതായത് ഉൽപ്പാദകൻ്റെയോ അല്ലെങ്കിൽ വിതരണക്കാരൻ്റെയോ ഒക്കെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? പാക്ക് ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ പേരുണ്ടോ എന്ന് നോക്കണം. പാക്ക് ചെയ്ത തീയതി, കാലാവധി, തൂക്കം, വില, നിർമ്മാതാവിൻ്റെ വിതരണക്കാരൻ്റെ മേൽവിലാസം എന്നിവയൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അതുപോലെ നോട്ട് ദ സിമ്പിൾ റെപ്രസെൻറ്റിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മൾ കുറേ സിമ്പിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അത്തരം സിമ്പിൾസ് ഉണ്ടോ, ആ പ്രോഡക്റ്റിന് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ആ സിമ്പിൾസ് നോക്കിയാൽ മതി അല്ലേ. അതുപോലെ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു യൂസ് ആൻഡ് ഓപ്പറേറ്റ് ദ പ്രോഡക്റ്റ് പർച്ചേസ്ഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാങ്ങുന്ന സാധനങ്ങളുടെ ഉപയോഗക്രമം, പ്രവർത്തിപ്പിക്കുന്ന വിധം എന്നിവ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ പർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ ആ വസ്തു വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ടീച്ചർ പഠിപ്പിച്ച സംഭവങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മെയിനായിട്ട് പഠിച്ചത് എന്താ? ആരതിലെ താരം? കൺസ്യൂമേഴ്സാണ്, നമ്മളെല്ലാവരും ആണല്ലേ. അപ്പോൾ കൺസ്യൂമർ എന്താണെന്ന് പഠിക്കണം, കൺസെപ്ഷൻ എന്താണെന്ന് പഠിക്കണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ പഠിച്ചു. അതുപോലെ എന്തൊക്കെ ഡിഫറെൻറ്റ് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വിധേയമാകുകയാണെങ്കിൽ നമുക്ക് എവിടെ സമീപിക്കാം? കൺസ്യൂമർ കോർട്ട്, വിവിധങ്ങളായ കൺസ്യൂമർ കോർട്ട് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ലെവലാണ്? ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ടീച്ചർ ഇന്നെടുത്ത ഈ പോർഷൻസ് എല്ലാം ടീച്ചർ റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. എക്സാം പോയിന്റിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നോട്ട്സൊക്കെയാണ് മെയിനായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് 5 years ആനുവൽ എക്സാമിൻ്റെ സോൾവ്ഡ് ആൻസേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ടീച്ചർ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.